ആദ്യമായി വാഹനം ഓടിക്കുന്നവർക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന മാറ്റങ്ങളെക്കുറിച്ച് തന്നെ പറയാം. അതാണ് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ്. മുൻപ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ അന്നു മുതൽ അത് അസാധുവായി പോകുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം കാലാവധി കഴിഞ്ഞ് 30 ദിവസം വരെ ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാം. പഴയ ലൈസൻസ് ഉപയോഗിച്ച് ഈ 30 ദിവസത്തിനുള്ളിൽ പിഴയില്ലാതെ തന്നെ ലൈസൻസ് പുതുക്കാൻ കഴിയും. മറ്റൊന്ന്, ഇനി മുതൽ നിങ്ങളുടെ വിലാസത്തിലുള്ള RTO ഓഫീസിൽ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സംസ്ഥാനത്തെ ഏത് RTO ഓഫീസിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും. ഇനി ലൈസൻസ് കാലാവധി കഴിഞ്ഞ് പുതുക്കുമ്പോൾ പഴയ തീയതി മുതൽക്ക് പകരം അപേക്ഷിക്കുന്ന ദിവസം മുതലായിരിക്കും പുതിയ ലൈസൻസിന് കാലാവധി ലഭിക്കുന്നത്. അടുത്തത്, വാഹനം നശിപ്പിക്കപ്പെടുകയോ മറ്റോ ചെയ്താൽ അധികൃതരെ അറിയിക്കാനുള്ള സമയം 14 ദിവസമായിരുന്നു. അതിൽ നിന്ന് അത് 30 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്നുള്ളത്, വാഹനം വിൽക്കുമ്പോൾ ഇൻഷുറൻസ് മാറുന്ന വിവരം കമ്പനിയെ അറിയിക്കാനുള്ള സമയവും 30 ദിവസമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. മറ്റു ചില കർശനമായ നിയന്ത്രണങ്ങളും ഇതോടൊപ്പം വന്നിട്ടുണ്ട്. ആശ്വാസത്തോടൊപ്പം തന്നെ നിയമലംഘകർക്ക് കനത്ത പണിയും പുതിയ നിയമത്തിലുണ്ട്. ഒരു വർഷത്തിൽ 5 അതിലധികമോ ട്രാഫിക് ചലാനുകൾ ലഭിക്കുന്നവരുടെ ലൈസൻസ് ഇനി മുതൽ റദ്ദാക്കപ്പെടും. ഹെൽമറ്റ് ഇല്ലാത്തത് മുതൽ അമിത വേഗത വരെയുള്ള ലംഘനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി പുതിയ വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ നിർബന്ധമാക്കുകയാണ്. അപകടങ്ങളിൽ നിങ്ങൾക്ക് ഇത് തെളിവായിട്ട് ഉപയോഗിക്കാം. മോശം റോഡ് നിർമ്മാണം കാരണം ഒരു അപകടം നടന്നാൽ കരാറുകാർക്കോ ഉദ്യോഗസ്ഥർക്കോ 50 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കും. ഇത് മുൻപ് വെറും 1 ലക്ഷം രൂപയായിരുന്നു. ഇനി മറ്റൊന്നുള്ളത്, ഓരോ 3 വർഷം കൂടുമ്പോഴും മോട്ടോർ വാഹന പിഴകളിൽ 10% ഓട്ടോമാറ്റിക് വർധനവ് ഉണ്ടാകും. നിസ്സാരമായ സാങ്കേതിക പിഴവുകൾക്ക് തടവ് ശിക്ഷ ഒഴിവാക്കി പകരം സാമ്പത്തിക പെനാൽറ്റി മാത്രമാക്കി മാറ്റിയിട്ടുമുണ്ട്. ഇത് കോടതികളുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സേവനങ്ങൾ എളുപ്പമാക്കിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. RTO ടെസ്റ്റ് വേണ്ട. അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പരിശീലനം നേടി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് RTO ഓഫീസിൽ നേരിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഒഴിവാക്കാം. ഇത് പ്രത്യേകം തെരഞ്ഞെടുത്ത ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും എല്ലാ ജില്ലകളിലും ഇതുവരെ ആയിട്ടില്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത്. അതേക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. രഘുവീർ പദ്ധതി കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. റോഡ് അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുന്നവർക്ക് 25,000 രൂപ പാരിതോഷികവും പ്രശംസാപത്രവും നൽകുന്ന ഒരു പദ്ധതിയാണിത്. മറ്റൊന്ന്, ക്യാഷ്ലെസ് ചികിത്സയാണ്. അപകടം നടന്ന ആദ്യ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും. ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം 2 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഈ ചെല്ലാൻ പരാതി പരിഹാരം സംബന്ധിച്ചാണ്. തെറ്റായ ചെല്ലാൻ ലഭിച്ചാൽ പരാതിപ്പെടാൻ അഡ്ജുഡിക്കേഷൻ ഓഫീസർമാരെ നിയമിച്ചു. 30 ദിവസത്തിനുള്ളിൽ പരാതി തീർപ്പാക്കണം. ടോൾ പണം കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് RTO സേവനങ്ങളോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ലഭിക്കുന്നതല്ല. ഡിജി ലോക്കറിലെയോ പരിവാഹനിലെയോ രേഖകൾക്ക് ഒറിജിനലിന് തുല്യമായ അംഗീകാരം ഉണ്ട്. വിലാസം മാറ്റുക, ലൈസൻസ് പുതുക്കുക തുടങ്ങിയ 58 സേവനങ്ങൾ ഇപ്പോൾ RTO ഓഫീസിൽ പോകാതെ തന്നെ ആധാർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ലേണേഴ്സ് ലൈസൻസിന് മുൻപ് 8 മണിക്കൂർ നിർബന്ധിത ട്രാഫിക് ക്ലാസുകൾ ഓൺലൈനായി പൂർത്തിയാക്കിയിരിക്കണം. അപകട നഷ്ടപരിഹാര തുകയുടെ പലിശയിന്മേലുള്ള ആദായ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: നിയമം പാലിക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയാണ്. എന്നാൽ നിയമം ലംഘിക്കുന്നവർക്ക് രക്ഷയുണ്ടാകില്ല. നിങ്ങളുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പരിവാഹൻ വഴി അത് ചെക്ക് ചെയ്യുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും സുരക്ഷിതരായിരിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.